والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا محمد بن عبد الله وآله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. قال الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب من أطاع العلماء والأمراء في تحريم ما أحل الله وتحليل ما حرمه فقد اتخذهم أربابا. കിതാബ് തൗഹീദിലെ 38-ാമത്തെ അധ്യായമാണ്. ബാബുൻ മൻ അത്വാഅൽ ഉലമാ വൽ ഉമറാ, ആരാണോ ഉലമാക്കളെയും ഉമറാക്കളെയും അനുസരിക്കുന്നത്, ഫി തഹ്രീമി മാ അഹല്ലല്ലാഹ്, അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കുന്ന കാര്യത്തിൽ, വതഹ്ലീലി മാ ഹറമഹു, അല്ലെങ്കിൽ അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിൽ, ഫഖദ് ഇത്തഖദഹും അർബാബ, അവരെ അങ്ങനെ ചെയ്തവർ റബ്ബുകളാക്കിയിരിക്കുന്നു, ആരാധിച്ചിരിക്കുന്നു. ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതായത് ഷിർക്കിന്റെ ഒരു രൂപമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ ഒരാൾ അനുസരിക്കുക എന്നുള്ളത്. അത് രണ്ട് രൂപത്തിലുണ്ട്. ഉലമാക്കളും ഉമറാക്കളും. എന്താണ് ഉലമാക്കളും ഉമറാക്കളും എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ദീൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ. ഈ രണ്ടു കൂട്ടരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുക. അള്ളാഹുവിന്റെ തൗഫീഖിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരീഅത്ത് ഭൂമിയിൽ നടപ്പിലാക്കുന്നത് ഈ രണ്ടു കൂട്ടരെ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരും അതുപോലെ അത് ഭൂമിയിൽ നടപ്പിലാക്കുന്നത് ഭരണാധികാരികളായിരിക്കും. അപ്പൊ ഈ രണ്ടു വിഭാഗവും നന്നായാൽ നാട് നന്നാകും. ഈ രണ്ടു കൂട്ടരും ഫസാദായാൽ നാട് ഫസാദാകും. അപ്പോ ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരിലും പിഴച്ച ആളുകൾ, പിഴച്ച പണ്ഡിതന്മാരുണ്ടാകും, അതുപോലെ തന്നെ പിഴച്ച ഭരണാധികാരികൾ ഉണ്ടാകും. അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന് എതിരായിട്ടുള്ള നിയമങ്ങൾ ഒരാൾ അനുസരിച്ചാൽ അത് അയാളെ ആരാധിക്കുന്നതിന് തുല്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അനുസരണ രണ്ട് രൂപത്തിലുണ്ട്. അതായത് അള്ളാഹുവിന്റെ നിയമത്തിനെതിരായി നിയമം നിർമ്മിച്ചു, ആ നിയമത്തെ അനുസരിക്കുന്നവർ രണ്ടു കൂട്ടരായിരിക്കും. ഒരു വിഭാഗം ആ നിയമത്തെ തൃപ്തിപ്പെട്ടുകൊണ്ട് അത് ശരിയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അനുസരിക്കുന്നവർ. അത് ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന വലിയ ഷിർക്കാണ്. നേരെ മറിച്ച് ഈ നിയമം തെറ്റാണ് എന്നറിയാം, മനസ്സിൽ അതിനോട് വെറുപ്പാണ്, പക്ഷേ തങ്ങളുടെ കാര്യലാഭത്തിന്, ഭൗതികമായ ലാഭത്തിന് ഇതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുന്നത് ഷിർക്കുൻ അസ്ഗറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താകാത്ത ചെറിയ ഷിർക്കാണ്. ഈ വിഷയം പരാമർശിക്കുന്ന ദലീലുകൾ ശൈഖുൽ ഇസ്ലാം കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യൂശികു അൻ തൻസില അലൈക്കും ഹിജാറത്തുൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അഖൂലു, കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, വതഖൂലൂന ഖാല അബൂബക്രിൻ വഉമർ, അബൂബക്കറും ഉമറും ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് നിങ്ങൾ തിരിച്ചു പറയുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ നിയമം അത് പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ച് നിങ്ങൾ പക്ഷെ അബൂബക്കറിന്റെ വാക്ക് ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അബൂബക്കറിനെയാണ് അനുസരിക്കുന്നത്, അള്ളാഹുവിനെ അല്ല. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന് അള്ളാഹുവിന്റെ വഹീനേക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അബൂബക്കറും ഉമറും ആരാണ്? അവരുടെ ഫദ്ല് നിരവധി ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, ഇൻ യുതീഉ അബൂബക്രിൻ വഉമറ യർഷുദു, അബൂബക്കറിനെയും ഉമറിനെയും ജനങ്ങൾ അനുസരിച്ചാൽ അവർ നല്ല മാർഗത്തിലാകും. അതുപോലെ തന്നെ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദൂ മിൻ ബഅദി അബൂബക്രിൻ വഉമർ, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബൂബക്രിൻ വഉമർ, എന്റെ കാലശേഷം നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും മാതൃകയാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സഹാബിമാരാണ്. ഇത്രയും ശ്രേഷ്ഠതയുള്ള രണ്ടുപേരായിട്ട് കൂടി വഹീനെതിരായി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കലാമിനെതിരായി അവരുടെ വാക്കുകളെ ഒരാൾ പരിഗണിച്ചാൽ, അതിൽ പ്രാധാന്യം കൊടുത്താൽ അള്ളാഹു ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ അതിനേക്കാൾ എത്രയോ താഴെക്കിടയിലുള്ള ആളുകൾ, പണ്ഡിതന്മാരെന്നും നേതാക്കന്മാരെന്നും ഭരണാധികാരികളെന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ അവരനുസരിക്കുന്നത് എത്ര വലിയ കുറ്റമായിരിക്കും. പല ആളുകൾക്കും ഈ വിഷയത്തിൽ ഒരു ശുഭഹത്ത്, ഒരു സംശയം തോന്നുക എന്താണ്? ഇവരൊക്കെ അറിവുള്ള ആളുകളാണല്ലോ,
അപ്പൊ അറിവ് ഏറ്റവും കൂടിയ ആളുകളാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ഉലമാക്കളാണ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ. അതിനു മുകളിൽ ഒരു ആലിമും ഇല്ല അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഏത് ആലിമിന്റെ വാക്കായാലും അത് ഹദീസിനെതിരാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചാൽ അതെന്തായിരിക്കും? ഒന്നുകിൽ ഷിർക്കുൻ അക്ബർ ആകും, അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറാകും. വഖാല അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് പറഞ്ഞു, അജിബ്തു ലിഖൗമിൻ, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. അറഫുൽ ഇസ്നാദ വസിഹ്ഹതഹു, അവർക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ട്, അത് സഹീഹാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും യദ്ഹബൂന ഇലാ റഅയി സുഫിയാൻ, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ ഒരു ഇമാമായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഒരു മസ്അലയിൽ ആയത്തും ഹദീസും മനസ്സിലായാലും ഇമാമിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ഈ ആയത്തിനും ഹദീസിനും എതിരായി ഇമാമിങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇമാം അഹ്മദ് പറയുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിക്കുന്നവർ പേടിച്ചുകൊള്ളട്ടെ, അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, അവരെ ഫിത്ന ബാധിക്കുന്നത് അല്ലെങ്കിൽ കടുത്ത ശിക്ഷ ബാധിക്കുന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചാൽ രണ്ട് ശിക്ഷകളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് ഫിത്ന, രണ്ടാമത്തേത് അദാബുൻ അലീം, കഠിനമായ ശിക്ഷ. എന്താണ് ഫിത്ന എന്ന് പറയുന്നത്? ഫിത്ന എന്ന് പറയുന്നത് ശിർക്കും കുഫറും. അദാബുൻ അലീം എന്ന് പറയുന്നത് നരകശിക്ഷ. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ വിധത്തിൽ രണ്ട് രൂപത്തിലുണ്ട് അനുസരണം. ഒന്ന്, അനുസരിക്കുന്നത് തൃപ്തിയോടുകൂടിയാണെങ്കിൽ അത് കുഫറാണ്, അപ്പൊ അവൻ കാഫിറായി അതോടുകൂടി. അതിനെക്കുറിച്ച് തൃപ്തിയില്ലാതെ റസൂലിന്റെ വാക്കിനെതിരായ ഒരു കൽപ്പന അനുസരിക്കുന്നു, പക്ഷെ അതിനോട് തൃപ്തിയില്ല. ഇപ്പൊ കൈക്കൂലി ഹറാമാണ്, പക്ഷെ കൈക്കൂലി ഒരാൾ കൊടുക്കുന്നു, കൈക്കൂലി കൊടുക്കുന്നത് തൃപ്തിയില്ലാതെയാണ്, അത് തെറ്റാണെന്നറിയാം, പക്ഷെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി. മഅസിയത്താണ്, അവർക്ക് അദാബുൻ അലീമാണുള്ളത്, വേദനയേറിയ ശിക്ഷ. നേരെ മറിച്ച് അത് ഹലാലായി ഒരാൾ കാണുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയെന്നറിഞ്ഞിട്ടും അതൊന്നും ഇപ്പത്തെ ഈ കാലത്തിന് യോജിക്കുകയില്ല, 6-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന നിയമം ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അത് കുഫ്റുൻ അക്ബറായി, ശിർക്കുൻ അക്ബറായി. അത്തദ്രി മൽ ഫിത്ന, ഇമാം അഹ്മദ് പറയുകയാണ്, ഈ ആയത്തിൽ പറഞ്ഞ ഫിത്ന എന്താണെന്ന് നിനക്കറിയാമോ? അൽ ഫിത്നതു അശ്ശിർക്ക്, ഫിത്ന എന്ന് പറയുന്നത് ശിർക്കാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വിട്ട് മറ്റൊരാളുടെ വാക്ക് സ്വീകരിച്ചാൽ അത് ശിർക്കാണ്. അതേത് രൂപത്തിലാകുമ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് വെറുപ്പ്, അല്ലെങ്കിൽ ഈ അവൻ സ്വീകരിക്കുന്ന അഭിപ്രായം, ഹദീസിനെതിരായിട്ട് അവൻ സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാട് തൃപ്തിപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവൻ ആരുടെ അഭിപ്രായമാണോ സ്വീകരിച്ചത് അവനെ ഇലാഹാക്കിയിരിക്കുന്നു, അവനെ റബ്ബാക്കിയിരിക്കുന്നു. ചിലപ്പോ യുക്തിവാദികളൊക്കെ ഉണ്ടാകും, അവര് അവരുടെ ഹവയാണ് ആരാധിക്കുന്നത്, അവരുടെ ദേഹേച്ഛ, അവരുടെ ബുദ്ധി, അവരുടെ നേതാക്കന്മാർ, അവരാണ് അവരുടെ റബ്ബുമാര്. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ലഅല്ലഹു ഇദാ റദ്ദ ബഅദ ഖൗലിഹി അൻ യഖഅ ഫീ ഖൽബിഹി ശൈഉൻ മിന അസ്സൈഗ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒരു വാക്ക് തള്ളിക്കളഞ്ഞാൽ അവന്റെ മനസ്സിൽ സൈഗ്, വഴികേട് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഫയഹ്ലിക, അങ്ങനെ അവൻ കാഫിറായി മരിച്ചു പോകാൻ, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അൻ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു, അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഹാദിഹിൽ ആയ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ അഹ്ലുൽ കിതാബ്, വേദക്കാർ, യഹൂദികളും നസ്രാനികളും അവരുടെ അഹ്ബാറുകളെയും റുഹ്ബാനുകളെയും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഇലാഹുകളാക്കി, റബ്ബുകളാക്കി അവരാരാധിച്ചു. അപ്പൊ എന്താണ് അഹ്ബാറും റുഹ്ബാനും എന്ന് പറഞ്ഞാൽ? അഹ്ബാർ എന്ന് പറഞ്ഞാൽ ധാരാളം ഇൽമുള്ള ആളുകൾ അഥവാ പണ്ഡിതന്മാർ. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ റാഹിബ് എന്നുള്ള ജമാണ്. റാഹിബ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിരക്തന്മാരായി, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ആരാധനകളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള പുരോഹിതന്മാരെയും അതുപോലെ തന്നെ ആരാധനകളുമായി നടക്കുന്ന സന്യാസമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആളുകളെയും അവർ റബ്ബുകളാക്കി, അവർ ആരാധിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്ത് കേട്ടപ്പോ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം കാഫിറായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച ആളാണ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ ഈ സന്യാസിമാരെയൊന്നും ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരെയൊന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ല. അള്ളാഹു പറയുന്നത് വേദക്കാര് അവരുടെ പുരോഹിതന്മാരെ ആരാധിക്കുന്നു എന്നാണ്, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ചില ആൾക്കാർ പറയും അങ്ങനെ, നമ്മളാരും ഇവരെ ആരാധിക്കുന്നില്ല. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് കേവലം സുജൂദ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നതോ മാത്രമല്ല, ആരാധനയുടെ ഒരുപാട് രൂപങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോ ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖാല അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹു ഫതുഹർരിമൂന,
അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കാറില്ലേ? അപ്പോൾ അത് നിങ്ങൾ അനുസരിക്കാറില്ലേ? ഇപ്പൊ മാലയിട്ടാല് തണുപ്പുള്ള ഈ കാലത്ത് ഇവര് തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് അവർക്ക് ഇന്നതൊക്കെ ഹറാമാണ്. അങ്ങനെ അവരൊരു കാര്യം ഹറാമാക്കുന്നു, അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കുന്നു. നിങ്ങൾ അനുസരിക്കുന്നില്ലേ? അത് തന്നെയാണ് ആരാധന. അള്ളാഹു ഹറാമാക്കിയത് പുരോഹിതന്മാർ ഹലാലാക്കും, അപ്പോൾ നിങ്ങൾ അവരനുസരിച്ചുകൊണ്ട് ഫതുഹില്ലൂനഹു, അത് നിങ്ങൾ ഹലാലായി കാണുന്നില്ലേ? അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളതാണ് രക്തബന്ധുക്കൾ വിവാഹം കഴിക്കുന്നത്, സഹോദരിമാരുടെ മക്കളെ വിവാഹം കഴിക്കുന്നില്ലേ? അങ്ങനെ ചെയ്യുന്ന മുശ്രിക്കുകളുണ്ട്. അത് നിങ്ങൾ ഹലാലായി കണ്ട് അനുസരിക്കുന്നില്ലേ? അത് തന്നെയാണ് പറയുന്നത്. ഫഖുൽതു, അപ്പൊ ഈ സഹാബി പറഞ്ഞു, ബല, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഖാല ഫതിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത് എന്ന് പറയുന്നത്. ഇതാരായിരുന്നാലും, പണ്ഡിതനായിരുന്നാലും പുരോഹിതനായാലും രാഷ്ട്രീയക്കാരനായാലും രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്നാലും കോടതിയിലെ ജഡ്ജിയായിരുന്നാലും അള്ളാഹുവിന്റെ നിയമത്തിനെതിരായി ഒരു നിയമമുണ്ടാക്കിയാൽ അത് തൃപ്തിപ്പെട്ടുകൊണ്ട് അനുസരിച്ചാൽ അവൻ കാഫിറായി. അത് തൃപ്തിയില്ലാതെ മനസ്സിൽ വെറുത്തുകൊണ്ടാണ് അനുസരിക്കുന്നത്, തന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അനുസരിക്കുന്നതെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇതും ശരിയല്ല, ഷിർക്കുൻ അസ്ഗറാണ്. ചില പണ്ഡിതന്മാർ മൂന്നാമത്തെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഒരു ജാഹിൽ, അവൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്നിട്ട് പണ്ഡിതന്മാർ പുരോഹിതന്മാർ പറയുന്നത് കേട്ട് മുസ്ലിം പേരുള്ള പണ്ഡിതന്മാരെ അനുസരിച്ച് അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നു. അവൻ പഠിക്കാൻ ഉള്ള കഴിവുമില്ലാത്ത ജാഹിലാണെങ്കിൽ, അങ്ങനെയുള്ള ജാഹിലിങ്ങൾ ഉണ്ടായിരിക്കും. വയസ്സായിട്ടുള്ള ആളുകൾ എഴുത്തും വായനയും അറിയില്ല, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളായിരിക്കും, അവർക്ക് അറിവുള്ള ആളുകളുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വിദൂര നാടുകളിലായിരിക്കും, അവിടെ ഹക്ക് പറയുന്ന ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അവന് കുറ്റവും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനും റഹീമുമാണ്. അള്ളാഹു അവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തേക്കും. ഈ 3 രൂപത്തിലുണ്ട് പുരോഹിതന്മാരുടെ കൽപ്പനകൾ അനുസരിക്കുന്ന വിഷയം. അടുത്ത ബാബ് ഖൗലില്ലാഹി തആല അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും മുമ്പ് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളെ നീ കാണുന്നില്ലേ? അപ്പൊ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു ഖൗമ്, മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ഒരു ഖൗമ് ചെയ്യുന്ന ഒരു ശിർക്കിനെ കുറിച്ചാണ് ഈ അധ്യായം. എന്താണ് അവരുടെ പ്രത്യേകത? യുരീദൂന അൻ യതഹാകമു ഇല താഗൂത്ത്, അവർ താഗൂത്തിന്റെ അടുത്തേക്ക് വിധി തേടി പോകുന്നു. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, താഗൂത്തിൽ നിഷേധിക്കാനാണ്, താഗൂത്തിൽ അവിശ്വസിക്കാനാണ് അള്ളാഹു യഥാർത്ഥത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് അത്തഹാക്കുമു ഇല താഗൂത്ത്, താഗൂത്തിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്ന വിഷയമാണ്. എന്താണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അത്താഗൂതു മാ തജാവസൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഅ, ഒരു മനുഷ്യൻ അതിര് വിട്ടിട്ടുള്ള ആള്, ആരാധനയുടെ കാര്യത്തിലാകാം അനുസരണയുടെ കാര്യത്തിലാകാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമം മറന്ന്, ദീന് മറന്ന് ഒരാൾ മറ്റൊരാളെ പിന്തുടരാൻ തുടങ്ങിയാൽ അയാളുടെ കൽപ്പനകൾ അനുസരിക്കുക, അല്ലെങ്കിൽ അയാൾ ആരാധിക്കുക, അങ്ങനെയുള്ളവർക്കാണ് താഗൂത്ത് എന്ന് പറയുന്നത്. അയാൾക്ക് അതിൽ തൃപ്തി ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് സ്വാലിഹായ ഒരു ആലിമാണ്, അദ്ദേഹത്തെ കുറെ ആൾക്കാർ തഖ്ലീദ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഈസാ അലൈഹിസ്സലാമിനെ പോലെ, അവർ താഗൂത്തിൽ പെടുകയില്ല. അതല്ലാതെ തന്നെ ആരാധിക്കുന്നത് ഒരാൾ തൃപ്തിപ്പെട്ടാൽ, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെതിരായി അള്ളാഹുവിന്റെ നിയമത്തിനെതിരായി ജനങ്ങൾ അനുസരിക്കുന്നതിൽ ഒരാൾ തൃപ്തി കണ്ടെത്തിയാൽ അങ്ങനെയുള്ളവരാണ് താഗൂത്ത് എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ താഗൂത്തിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്നുള്ളത് ശിർക്കാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ അതിലേക്ക് തർക്കങ്ങൾ മടക്കുക എന്നുള്ളത്. വഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ, എന്തു കാര്യമാകട്ടെ, ഇബാദത്തിന്റെ കാര്യമാകട്ടെ, കച്ചവടത്തിന്റെ കാര്യമാകട്ടെ, വിവാഹത്തിന്റെയും തലാഖിന്റെയും കാര്യമാകട്ടെ, അതുപോലെ സ്വത്ത് വീതിക്കുന്ന കാര്യമാകട്ടെ, മുസ്ലിമായ 2 ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, അതിന്റെ വിധി അള്ളാഹുവിലേക്കാകുന്നു, അത് മടക്കാനുള്ള അധികാരം അള്ളാഹുവിനാകുന്നു. അപ്പൊ ഇത് ഒരു ഇബാദത്താണ്. നമ്മൾ തമ്മിൽ ഒരു ഇഷ്കാലുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് ഇൽമുള്ള ഒരാളുടെ അടുത്ത് പോയി ചോദിക്കാം. അത് നമ്മൾ ചെയ്യൂല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്? നമ്മൾ തമ്മിൽ തർക്കമുണ്ടായി, ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ടായി. അപ്പോ നമുക്ക് 2 പേർക്കും സ്വീകാര്യനായ, അറിവുള്ള, ബുദ്ധിയുള്ള, പക്വതയുള്ള ഒരു പണ്ഡിതന്റെ അടുത്ത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ അറിവുള്ള ഒരാളുടെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാം. എന്നിട്ട് അയാൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ നമ്മുടെ ഹവയെ ശരീഅത്ത് കൊണ്ട് അറുക്കുക,
അതാണ് അത്തഹാക്കും ഇലല്ലാ, അള്ളാഹുവിലേക്ക് വിധി തേടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വിധിയായിരിക്കും വരിക. ഇപ്പോ നമ്മുടെ മകളുടെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചു, അപ്പൊ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹുക്ം നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഒരമ്മോശൻ അത് തയ്യാറാവുക, അല്ലെങ്കിൽ ഭാര്യ അതിന് തയ്യാറാവുക, അതാണ് അത്തഹാക്കും ഇലല്ലാ. പ്രത്യേകിച്ച് നമ്മുടെ ഹവക്കെതിരാകുമ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹുക്ം സ്വീകരിക്കുന്നതാണ് ഏറ്റവും മഹത്വമുള്ള കാര്യം. അപ്പൊ ഈ ഇബാദത്ത് മറ്റൊരാൾക്ക് കൊടുത്താൽ എന്തായി? ഷിർക്കായി. അതും ഉലമാക്കൾ 3 രൂപത്തിൽ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷിർക്കുൻ അക്ബർ ആകുന്ന സന്ദർഭമുണ്ട്, ഷിർക്കുൻ അസ്ഗർ ആകുന്ന സന്ദർഭമുണ്ട്, മനുഷ്യൻ അള്ളാഹു ഇളവ് ചെയ്തു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എപ്പോഴാണ് ഷിർക്കുൻ അക്ബർ ആവുക? ഷിർക്കുൻ അക്ബർ ആവുക നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരു കേസിന് പോവുകയാണ് കോടതിയിലേക്ക്. അപ്പൊ മനസ്സിൽ യാതൊരു കുറ്റബോധവുമില്ല ഒരാൾക്ക്, അതിൽ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഒരാൾ കേസ് കൊടുക്കുകയാണ്, ഒരാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. അതിൽ യാതൊരു വിഷമവും അയാൾക്കില്ല. അനിസ്ലാമികമായ കോടതിയിലേക്ക്. അത് നിഫാഖാണ്, കുഫ്റുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫ്റാണ്. രണ്ടാമത്തേത്, അവന് മനസ്സിൽ വെറുപ്പുണ്ട്. അവനറിയാം അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിനെതിരാണ്, അള്ളാഹുവിന്റെ ദീനിലേക്കാണ് മടക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇപ്പോ ഈ കാര്യം നടക്കണമെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു അന്യായമായിട്ട്. ഈ കോടതിയിൽ പോയാൽ ദുൽമായിരിക്കും ഭർത്താവിന് സംഭവിക്കുക എന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാലേ എന്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന ഹവ, അവൾക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്, വലിയ കുറ്റം തന്നെയാണ്, വൻപാപമാണ്. പക്ഷെ ഷിർക്കുൻ അക്ബർ അല്ല. മൂന്നാമത്തേത്, ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ കോടതിയിലേക്ക് പോകുന്നു. തന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ തന്റെ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു, ഒരു അപകടമുണ്ടായി, അങ്ങനെ, അല്ലെങ്കിൽ പണം വാങ്ങിയ ആള് അത് നിഷേധിച്ചു, കടം വാങ്ങിയ ആള് തിരിച്ചു തരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ചയുണ്ടായിരിക്കും. അവർക്ക് ഇസ്ലാമികമായ കോടതിയില്ല. അല്ലെങ്കിൽ നമ്മുടെ എതിരാളി ഒരു മുസ്ലിമായ ആലിമിന്റെ അടുത്തേക്ക്, ഒരു മധ്യസ്ഥന്റെ അടുത്തേക്ക് വിധി നേടാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഹുക്ം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം സാധിക്കോ ഇല്ലെങ്കിൽ ഒരു അനിസ്ലാമിക കോടതിയിൽ പോയാൽ അത് ഷിർക്കുൻ അക്ബറോ അസ്ഗറോ ആവുകയില്ല. ആ മനുഷ്യൻ മഅ്ദൂറാണ്, അള്ളാഹുവിന്റെ അടുത്ത് ഉദ്റുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വഖൗലുഹു, ഇനി ഇതിന് തെളിവായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഖുർആനിൽ ആയത്തുകൾ കൊടുക്കുന്നു. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അവരോട്, അതായത് മുനാഫിക്കുകളോട്, കപടവിശ്വാസികളോട്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഭൂമിയിൽ നന്മയുണ്ടാക്കുന്നവരാണ്. ഈ ആയത്തും വിഷയവും തമ്മിൽ എന്താണ് ബന്ധം? ഉലമാക്കൾ പറയുന്നത്, കിതാബ് തൗഹീദ് ശറഹ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് അള്ളാഹുവിന്റെ നിയമമല്ലാത്ത മറ്റു നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള നിയമങ്ങൾ പ്രകാരം വിധി തേടുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഫസാദാണ്. വഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ അള്ളാഹു ഇസ്ലാഹ് ഉണ്ടാക്കിയതിനു ശേഷം, അള്ളാഹു നന്നാക്കിയതിനു ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കുഴപ്പമാണ് അത്തഹാക്കും ഇല താഗൂത്ത് എന്നുള്ളത്. വഖൗലുഹു, അടുത്ത ആയത്ത്, അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ. ജാഹിലിയ്യത്തിന്റെ ഹുക്മാണോ അവർ ഇഷ്ടപ്പെടുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. യഖീനുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹുക്മിനേക്കാൾ നല്ല എന്ത് ഹുക്മാണുള്ളത്, എന്ത് വിധിയാണുള്ളത്? അപ്പോ ഈ ആയത്തിൽ താഗൂത്തിന്റെ ഹുക്മിന്റെ ന്യൂനത, അല്ലെങ്കിൽ അതിന്റെ നിസ്സാരത അല്ലാഹു തആല 3 രൂപത്തിൽ എടുത്തു പറയുന്നത്. ഒന്നെന്താണ്? അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്ത് എന്നാണ് വിളിച്ചത്. അള്ളാഹുവിന്റെ നിയമമല്ലാത്ത മറ്റു നിയമങ്ങളെ ജാഹിലിയത്ത് എന്നാണ് വിളിച്ചത്. നേരത്തെ ഒരു ബാബില് മുമ്പ് കഴിഞ്ഞു പോയ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിലേക്ക് ചേർത്തി എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച്, ഒരു വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. ഇന്ന കാര്യം അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഹറാമായിരിക്കും. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തേത്, ഈ ജാഹിലിയത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിഷേധാർത്ഥത്തിലാണ്, അങ്ങനെ പോകരുത് എന്നാണ് അർത്ഥം. അപ്പോ അതാണ് രണ്ടാമത്തെ സൂചന. മൂന്നാമത്, വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അല്ലാഹുവിന്റെ ഹുക്മിനേക്കാൾ നല്ല എന്ത് വിധിയാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ 3 പ്രാവശ്യം ഈ ആയത്തിൽ തന്നെ അല്ലാഹു തആല അവന്റേതല്ലാത്ത നിയമങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഒരു ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങൾ, അതിന്റെ പിന്നിൽ അവന്റെ ഹവ
പിന്തുടരുന്നത് വരെ, അവന്റെ ഹവയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. ഈ ഹദീസ് ദഈഫാണ്. പക്ഷേ ഇതിന്റെ ആശയം ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമങ്ങൾ അതിന് നമ്മുടെ ഹവയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വരെ നമ്മൾ മുഅ്മിനാവുകയില്ല. വഖാല ശഅബി, ഇമാം ശഅബി റഹിമഹുല്ലാഹ് താബിഇയാൻ, ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, കാന ബൈന റജുലിൻ മിനൽ മുനാഫിഖീന വറജുലിൻ മിനൽ യഹൂദി ഖുസൂമ. ഒരു മുനാഫിഖും ഒരു യഹൂദിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ഫഖാല യഹൂദി, അപ്പോൾ യഹൂദി പറഞ്ഞു, നതഹാകമു ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുത്തേക്ക് പോകാം ഇത് തീർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അറഫ അന്നഹു ലാ യഖുദു റിശ്വ, കാരണം ഈ യഹൂദിക്ക് അറിയാം മുഹമ്മദ് കൈക്കൂലി വാങ്ങുകയില്ല. യഹൂദികളുടെ ഇടയിൽ കോടതിയിലൊക്കെ അവരുടെ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ വിധി തേടി പോയാൽ അവരെന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങിയിട്ട് പൈസ കൊടുക്കുന്നതിന് അനുകൂലമായി വിധി പറയും. അപ്പൊ മുഹമ്മദിന്റെ അടുത്ത് പോയാൽ അങ്ങനെ ഷെറുണ്ടാവുകയില്ല എന്ന് യഹൂദിക്ക് അറിയാം. അതുകൊണ്ട് യഹൂദി പറഞ്ഞു, നതഹാകമു ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുത്ത് പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാല മുനാഫിഖ്, ഈ മുനാഫിഖ് പറഞ്ഞു, നതഹാകമു ഇലൽ യഹൂദ്, നമുക്ക് യഹൂദികളുടെ അടുത്ത് പോകാം, നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് പോകാം. ലിഇൽമിഹി അന്നഹും യഖുദൂന റിശ്വ, കാരണം ഇത് തന്നെ കാരണം അവർ കൈക്കൂലി വാങ്ങും എന്ന് ഈ മുനാഫിക്കിന് അറിയാം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഹക്ക് ഈ യഹൂദിയുടെ അടുത്തായിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിപൂർവ്വം വിധിക്കുമെന്ന് അയാൾക്കറിയാം. ഈ മുനാഫിക്കാണെങ്കിൽ കൈക്കൂലി കൊടുത്ത് തനിക്ക് അനുകൂലമായി വിധി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫത്തഫഖ അലാ അൻ യഅതിയ കാഹിനൻ ഫീ ജുഹൈന, അങ്ങനെ അവര് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. അന്ന് ജ്യോത്സ്യന്മാരാണ് തർക്കങ്ങളൊക്കെ തീർക്കുക. കാരണം അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ ജിന്നുകൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. അത് ഒരിക്കലും ശരിയല്ല. മറഞ്ഞ കാര്യം അറിയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വല്ലപ്പോഴും ജിന്നുകൾക്ക്, ശൈത്താന്മാർക്ക് എന്തെങ്കിലും ചെറിയ ഒരു വിവരം കിട്ടും, അതിന്റെ കൂടെ 100 നുണകൾ കൂട്ടിക്കൊണ്ട് അവർ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ നമ്മൾ വായിച്ചതാണ്. അപ്പൊ ഇവർ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഫയതഹാകമ ഇലൈഹി, ആ ജ്യോത്സ്യന്റെ അടുത്തേക്ക് വിധി തേടിപ്പോയി. ഫനസലത്, അപ്പോഴാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. ഏതാണ് ആയത്ത്? അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക. നമ്മൾ ഈ അധ്യായം തുടങ്ങിയപ്പോൾ ഈ ആയത്ത്, മുസ്ലിമാണ് എന്നവർ വാദിക്കുന്നു. എന്ത് മനസ്സിലാക്കാം? യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാള് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ഈ കോടതികളിലേക്കും ഈ മധ്യസ്ഥന്മാരുടെ അടുത്തേക്കും പോകുന്നതെങ്കിൽ, ശരീഅത്തിനെതിരായിട്ടാണ് വിധി വരിക എന്ന് ഉറപ്പുണ്ടായിട്ട് അതിൽ യാതൊരു മനപ്രയാസവും ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ, യാതൊരു അനിവാര്യതയും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവരുടെ വിശ്വാസം വെറും അവകാശവാദം മാത്രമാണെന്നാണ് അള്ളാഹു തആല പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ മുസ്ലിം അല്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. വഖീല, മറ്റൊരു അഭിപ്രായമുണ്ട് ഈ ആയത്തിന്റെ സബബുൻ നുസൂലിനെ കുറിച്ച്. നസലത് ഫീ റജുലൈൻ ഇഖ്തസമാ, രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായി. ഫഖാല അഹദുഹുമ, ഒരാൾ പറഞ്ഞു, നതറാഫഉ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിധി തേടാം. വഖാല അൽ ആഖറു, മറ്റേയാൾ പറഞ്ഞു, ഇലാ കഅബ് ഇബ്നുൽ അശ്റഫ്, കഅബ് ഇബ്നുൽ അശ്റഫ് എന്ന് പറഞ്ഞ യഹൂദിയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് അവതരിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ثم ترافع الى عمر رضي الله عنه, പിന്നീട് അവർ ഈ രണ്ടുപേരുടെ അടുത്തും പോകാതെ അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. فذكر له احدهما القصه, അതിലൊരാൾ ഈ സംഭവം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ചർച്ചയുണ്ടായി, മുഹമ്മദിന്റെ അടുത്ത് പോകണോ യഹൂദിയുടെ അടുത്ത് പോകണോ എന്ന്. ഈ കാര്യം പറഞ്ഞപ്പോൾ ഫഖാല ലില്ലദി ലം യർള ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ കഅബ് ഇബ്നുൽ അശ്റഫിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു, അകദാലിക, നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഫളറബഹു ബിസ്സൈഫി ഫഖതല, അവിടെ വെച്ച് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവനെ കൊന്നുകളഞ്ഞു എന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പോ കാരണം എന്താണ്? അത് കുഫറാണ്, മുർത്തദിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത്. അപ്പം അള്ളാഹുവിന്റെ നിയമത്തിന്റെ ഗൗരവം അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അടുത്ത ബാബ്, ബാബു മൻ ജഹദ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മായിലും സിഫാത്തിലും പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിഷേധിക്കുന്നവനെ കുറിച്ചുള്ള ബാബ്, അധ്യായം. വഖൗലുല്ലാഹി അസ്സ വജൽ വഹും യക്ഫുറൂന ബിർറഹ്മാൻ അൽ ആയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ, അവന്റെ നാമങ്ങൾ. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ഖുർആനിലും സുന്നത്തിലും ധാരാളം അല്ലാഹുവിന്റെ ഇസ്മുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സിഫത്തുകളുണ്ട്, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. അല്ലാഹു ഇങ്ങനെ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കണ്ണുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്. ഇതൊന്നും എങ്ങനെയാണ് എന്നുള്ള രൂപം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും പാടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അത് നിഷേധിച്ചാൽ നിഷേധിക്കുന്നത് കുഫറാണ്. ആ നിഷേധം 2 രൂപത്തിലുണ്ട്. ഒന്ന് വ്യക്തമായ നിഷേധം, ഉദാഹരണത്തിന്
ഒരാൾ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഉള്ള ഒരു സിഫത്ത്, അല്ലാഹു മുകളിലാണ് എന്ന് പറഞ്ഞു. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലെങ്കിൽ വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, തന്റെ അടിമകളുടെ മുകളിലാകുന്നു അല്ലാഹു തആല. ഇത് ഒരാൾ നിഷേധിക്കുകയാണ്, അല്ലാഹു മുകളിലല്ല, എല്ലായിടത്തുമുണ്ട്. ഇത് കുഫറാണ്. ഇങ്ങനെയുള്ള നിഷേധം കുഫറാണ്. നേരെ മറിച്ച് ഒരാൾ ഒരു ആയത്തോ ഹദീസോ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. അതായത് ഒരു ആയത്തിൽ പറഞ്ഞ ഒരു വാക്കിന് അറബിയിൽ രണ്ടർത്ഥമുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു തആല പറഞ്ഞു ബൽ യദാഹു മബ്സൂതതാനി, അല്ലാഹുവിന്റെ കൈകൾ തുറന്നതാകുന്നു, വിശാലമായതാകുന്നു. അപ്പൊ ഒരാൾ പറയാൻ ഇതിൽ രണ്ട് കൈകൾ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള കൈയല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശക്തി, ഖുവത്ത് എന്നാണ് അർത്ഥം. യദുൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ശക്തി എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ എടുക്കണം. കൈ എന്ന് പറഞ്ഞാൽ കൈ തന്നെയാണ്. എന്നാൽ അറബിയിൽ കൈയിന് ശക്തി എന്നുള്ള അർത്ഥമുണ്ട്, യദുൻ എന്നുള്ളതിന് ഖുവത്തുൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചാലോ അത് വലിയ അബദ്ധമാണ്, ബിദ്അത്താണ്, ദലാലത്താണ്. പക്ഷെ കുഫ്റല്ല. കാരണം അയാൾക്കൊരു ശുബ്ഹത്ത്, ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ രണ്ട് രൂപത്തിലുണ്ട് നിഷേധം. ഇപ്പൊ ഈ രണ്ട് നിഷേധവും ബിദ്അത്താണ്, സ്വഹാബത്തിന്റെ രീതിയല്ല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സിഫത്തായി എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ അത് അപ്പാടെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിന് ദലീലായി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുള്ള ആയത്ത് വഹും യക്ഫുറൂന ബിർറഹ്മാൻ എന്നുള്ള ആയത്താണ്. അപ്പൊ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവരുടെ പ്രത്യേകത വഹും യക്ഫുറൂന, അവർ നിഷേധിക്കുന്നു, കാഫിറായിരിക്കുന്നു, ബിർ റഹ്മാൻ, അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിന്റെ കാര്യത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മാൻ എന്നുള്ള സിഫത്ത്, ഇസ്മ, നാമം നിഷേധിക്കുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. നമുക്കറിയാം ഹുദൈബിയ സന്ധിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ അവര് തിരുത്താൻ പറഞ്ഞു, ബിസ്മിക അല്ലാഹുമ്മ എന്ന് മതി, റഹ്മാൻ എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. റഹ്മാൻ എന്നുള്ള ഒരു നാമം അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ മുശ്രിക്കുകൾ അനുവദിക്കുമായിരുന്നില്ല, അവർക്കത് വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ റഹ്മാന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനസ്ജുദു ലിമാ തഅമുറുന, നീ പറയുന്നതിനോട് സുജൂദ് ചെയ്യാനാണോ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് അവർ ചോദിക്കും എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാമം നിഷേധിക്കുന്നവരെ കുറിച്ച് യക്ഫുറൂന എന്നുള്ള വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്, കാഫിറായി എന്നാണ്. അപ്പൊ അർ റഹ്മാൻ എന്നുള്ള ഒരു നാമം നിഷേധിച്ചപ്പോൾ ഒരു കാഫിറായി. അതുപോലെയാണ് അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും. കാരണം എല്ലാ ഇസ്മും അള്ളാഹിന്റെ തന്നെയാണ്, എല്ലാ സിഫത്തും അള്ളാഹുവിന്റേതാണ്. അതിലേതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാകും. വഫീ സഹീഹുൽ ബുഖാരി അൻ അലി റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങളോട് അവരുടെ അറിവിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കുക. കാരണം അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും കളവാക്കപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതും നമ്മുടെ വിഷയവും തമ്മിൽ എന്താ ബന്ധം? അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും നിഷേധിക്കുന്നവരെ കുറിച്ചാണ് അധ്യായം. അതിൽ ഈ അസർ അലി റളിയല്ലാഹു അൻഹു വാക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇത് അസ്മാ സിഫാത്തിനെ കുറിച്ചാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷെ എന്നാലും വിഷയമായിട്ട് എന്താണ് ബന്ധം? ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ബുദ്ധി നോക്കണം, അവരുടെ സാഹചര്യം, അറിവുമൊക്കെ നോക്കണം. അറിവില്ലാത്ത ആളുകളോട് ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അവർക്ക് ആദ്യം അതിന്റെ ആമുഖങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാതെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ നിഷേധിക്കും. ആ നിഷേധത്തെക്കുറിച്ച് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച വാക്കെന്താണ്? യുകദ്ദബല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫ്റാൻ. അപ്പൊ ഒരു സിഫത്ത് നിഷേധിക്കുക എന്നുള്ളത് കുഫ്റാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ അസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വറവ അബ്ദുറസാഖ് ഇബ്നു ഹമ്മാം അസ്സനആനി റഹിമഹുല്ലാഹ്, അറിയപ്പെട്ട ഒരു ഇമാമാണ്, ഇമാം അഹ്മദിന്റെ ഉസ്താദാണ്. അദ്ദേഹം പറയുന്നു, അൻ മഅ്മരിൻ അൻ ഇബ്നു ത്വാവൂസ് അൻ അബീഹി, ത്വാവൂസ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന വലിയ ഇമാം താബിഈയാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു റഅ റജുലൻ ഇൻതഫള, ഒരു മനുഷ്യൻ ഇങ്ങനെ ശരീരം കൊടയുന്നത് കണ്ടു. നമ്മളിങ്ങനെ കൈയൊക്കെ എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് കുടയും. അത് കണ്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ലമ്മ സമിഅ ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിഫാത്ത്, അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള ഒരു ഹദീസ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, അല്ലാഹു ഇറങ്ങുന്നു അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള എന്തോ ഒരു കാര്യം കേട്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഞെട്ടിയതായി പ്രതികരിച്ചു. അങ്ങനെ കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
മാ ഫറഖു ഹൗല, എന്താണ് ഇവർ പേടിക്കുന്നത്, എന്താണ് ഇവരുടെ പ്രശ്നം? യജിദൂന റിഖ്ഖതൻ ഇൻദ മുഹ്കമിഹി വയഹ്ലികൂന ഇൻദ മുതശാബിഹി, അവര് മുഹ്കമായ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകൾ അത് റിഖത്ത് സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നു, അവർ കരയുന്നു. അതുപോലെ മുത്തശാബിഹായ ആയത്ത് കേൾക്കുമ്പോൾ അവർ നശിച്ചു പോവുകയുമാണോ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ നരകവും സ്വർഗവും ഒക്കെ പറയുന്ന മുഹ്കമായ വ്യക്തമായ ആയത്തുകൾ അത് കേൾക്കുമ്പോൾ അവർക്ക് നല്ല പ്രതികരണമാണ്, അവരുടെ ഈമാൻ കൂടുന്നുണ്ട്. എന്നാൽ മുത്തശാബിഹായ ആയത്തുകളുണ്ട് ഖുർആനിൽ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ ചില ആളുകൾക്ക് അവ്യക്തത തോന്നാവുന്ന ആയത്തുകൾ. അതിനർത്ഥം ആ ആയത്തുകളുടെ അർത്ഥം ആർക്കും അറിയില്ലെന്നല്ല, ചില ആളുകൾക്ക് സംശയം തോന്നും. അങ്ങനെയുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം ചോദിച്ച് പഠിക്കുകയാണ് വേണ്ടത്, അതല്ലാതെ അതിനെ നിഷേധിച്ച് നശിക്കുകയാണോ എന്നെന്ത് മനസ്സിലാക്കാം? അസ്മാ വ സിഫാത്തിന്റെ വിഷയത്തിലുള്ള ഒരു ആയത്തോ ഹദീസോ നിഷേധിച്ചാൽ യഹ്ലികൂന, അവർ നശിച്ചുപോയി എന്നാണ് പറഞ്ഞത്. നശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ഉള്ള സിഫത്തല്ല, ഒരു കാഫിറാണ് നശിക്കുകയുള്ളൂ. ഒരു മുഅ്മിൻ എന്ത് സംഭവിച്ചാലും അവന് അന്തിമമായ നാശമുണ്ടാവുകയില്ല. അപ്പൊ ഇത് കുഫറാണ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മോ സിഫത്തോ നിഷേധിക്കുന്നത് കുഫറാണ് എന്ന് മനസ്സിലാക്കാം. ولما سمعت قريش رسول الله صلى الله عليه وسلم يذكر الرحمن, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അർ റഹ്മാൻ എന്ന നാമം പറയുന്നത് കേട്ടപ്പോൾ ഖുറൈശികൾ അൻകറു ദാലിക, അത് നിഷേധിച്ചു. ഫഅൻസല അല്ലാഹു ഫീഹിം, അപ്പോൾ അല്ലാഹു തആല അവതരിപ്പിച്ചു വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ അർ റഹ്മാൻ എന്നുള്ള അല്ലാഹുവിന്റെ ഇസ്മിനെ നിഷേധിച്ച് കാഫിറായിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഒരു ഇസ്മിനെ നിഷേധിക്കുന്നത് കാഫിർ ആകുന്ന കാര്യമാണ്, കുഫറാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ബാബിൽ പറയുന്ന വിഷയം ഇതാണ്, അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഇതറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നിഷേധിക്കും. ചിലപ്പോൾ ഒരാള് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഹദീസ് പറഞ്ഞു നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, അപ്പൊ ചിലപ്പോ നിഷേധിച്ചു കളയും. അപ്പൊ നേരത്തെ എന്തു ചെയ്യണം? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവും റസൂലും ഖുർആനും സുന്നത്തിലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഏറ്റവും മഹത്വമുള്ള അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫാത്തിനെ കുറിച്ച്, അസ്മാഇനെ കുറിച്ച് പഠിക്കുന്നതാണ്, തൗഹീദാണ്. ഈ കിതാബിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ കുറിച്ച് ഇനി വരുന്ന അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ നാമങ്ങളും ഗുണങ്ങളും അവന്റെ ദീനും പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.